കഴിഞ്ഞ വർഷം 47 രാജ്യങ്ങളിൽ നിന്നായി 146 പ്രതിനിധികളാണ് എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നും എക്സ്പോർട്ടേഴ്സ് അല്ലാതെ പങ്കെടുത്തിരുന്നു. ഇത്തവണ ഒരു 150ഓളം എക്സ്പോർട്ടേഴ്സിനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വ്യവസായ രംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് കെയർ കേരള വീണ്ടും തുടരുവാനുള്ള തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം 2010-11 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കയറ്റുമതി 9,92,000 രൂപയുടെ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2014-15 സാമ്പത്തിക വർഷമായപ്പോൾ അത് 4,95,00,000 രൂപയുടെ കയറ്റുമതി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ ഏതാണ്ട് 5 കോടി രൂപയിലധികമുള്ള കയറ്റുമതി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 7 കോടി രൂപയുടെ എങ്കിലും കയറ്റുമതി നടത്തുവാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്.